ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ടു മൈ യൂട്യൂബ് ചാനൽ കോമൺ കിച്ചൺ ടിപ്സ്. ഇന്ന് നമുക്ക് ഒരു എഗ് ബുർജി ചെയ്താലോ? ബ്രേക്ക്ഫാസ്റ്റിന് നമ്മൾ എന്നും ഇഡ്ഡലി, പുട്ട്, ദോശ ഒക്കെ കഴിക്കുമ്പോൾ നമുക്ക് ഇടയ്ക്കൊരു മാറ്റം ആവാം. സൺഡേയോ സ്കൂളില്ലാത്ത ദിവസങ്ങളിലോ ഒക്കെ ആകുമ്പോൾ നമുക്കിത് ഇങ്ങനെ കൊടുത്താലും കുട്ടികൾക്ക് അത് സന്തോഷത്തോടെ കഴിക്കാനും പറ്റും. നമുക്കതെങ്ങനെ ചെയ്ത് നോക്കിയാലോ? കൊച്ചു കുട്ടികളടക്കം ഒരു 3-4 പേർക്ക് കഴിക്കാൻ പറ്റും. നമ്മളൊരു 7 മുട്ടയ്ക്കാണ് ചെയ്യുന്നത്. ഒരു 2 വലിയ സവാള ചെറുതായി കട്ട് ചെയ്ത് എടുത്തിട്ടുണ്ട്. ഒരു ക്യാപ്സിക്കം, കൂടുതൽ ക്യാപ്സിക്കം ചേർക്കുന്നുണ്ടെങ്കിൽ കൂടുതൽ ചേർക്കാം. ഇഞ്ചി, പച്ചമുളക്, വെളുത്തുള്ളി ചെറുതായി കട്ട് ചെയ്തത്. ഒരു തക്കാളിക്കയും കട്ട് ചെയ്ത് വയ്ക്കാം. ഇത് നാടൻ തക്കാളിക്കയാണ്. സൺഡേയിലൊക്കെ ഇങ്ങനെയുള്ളത് ചെയ്യുകയാണെങ്കിൽ നമുക്ക് വലിയ ബുദ്ധിമുട്ടില്ലാതെ ബ്രേക്ക്ഫാസ്റ്റ് തയ്യാറാക്കാം. ഇത് നമുക്ക് പെട്ടെന്ന് ചെയ്യാം. ക്ക് വേണ്ടിയിട്ട് പച്ചമുളക് ചേർത്തിട്ടുണ്ട്. നമ്മൾ കുറച്ച് കുരുമുളക് പൊടി എടുത്തിട്ടുണ്ട്. നമുക്കിത് പെട്ടെന്ന് ചെയ്തെടുക്കാം. ആദ്യം നമുക്ക് കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ചിട്ട് ഇഞ്ചി, പച്ചമുളക്, വെളുത്തുള്ളി നല്ലോണം ഒന്ന് വഴറ്റിയെടുക്കാം. നമുക്ക് അതിൻ്റെ കൂടെ തന്നെ സവാളയും ചേർക്കാം. അതും ഒന്ന് ചെറുതായിട്ടൊന്ന് വഴറ്റിയെടുത്താൽ മതിയാവും. കുറച്ചൊന്ന് വഴണ്ടി വരുമ്പോൾ നമുക്ക് ക്യാപ്സിക്കവും ചേർക്കാം. ക്യാപ്സിക്കം അധികം വഴറ്റേണ്ട ആവശ്യമില്ല, വാടിപ്പോകേണ്ട ആവശ്യമില്ല എന്നുണ്ടെങ്കിൽ നമുക്ക് പെട്ടെന്ന് തന്നെ മുട്ടയും ചേർക്കാം. ചിലവർക്ക് കുറച്ച് നല്ലപോലെ വാടി വെന്ത് വരണം. നമുക്കിത് ഇവിടെ ഇത്ര കുറച്ചൊന്ന് വാടിയിട്ട് നമുക്ക് മുട്ടയും ചേർക്കാം. ഇത്രയും വാടി വന്നാൽ മതിയാവും. നമുക്ക് പിന്നെ എരിക്ക് വേണ്ടിയിട്ട് കുറച്ച് കുരുമുളക് പൊടിയും മഞ്ഞൾപ്പൊടിയും നമ്മൾ കുറച്ച് മസാലപ്പൊടിയും ചേർക്കുന്നുണ്ട്. അതും ചേർത്ത് നല്ലപോലെ ഒന്ന് കുറച്ച് വെളിച്ചെണ്ണയും കൂടെ ചേർത്ത് നല്ലപോലെ ഒന്നും കൂടെ ഒന്ന് ഇളക്കിയെടുക്കാം. നമുക്ക് തക്കാളിക്കയും ചേർക്കാം. ഇത് നാടൻ തക്കാളിക്കായതുകൊണ്ട് നമ്മൾ ഒരു തക്കാളിക്കേ ചേർക്കുന്നുള്ളൂ. ഇത് നല്ല പൊടിയുള്ള തക്കാളിക്കാണ്, അല്ലെങ്കിൽ 1-2 തക്കാളിക്ക ചേർക്കാം. ഇനി നമുക്ക് മുട്ടയും ചേർത്ത് മുട്ടയൊന്ന് നല്ലപോലെ ചിക്കി ചേർക്കാം. നമുക്ക് വേണ്ടുന്ന ഉപ്പുണ്ടോ നോക്കിയിട്ട് വേണ്ടുന്ന ഉപ്പും ചേർത്ത് നല്ലപോലെ ചിക്കിയെടുക്കാം. നല്ല ഈസി ആയിട്ടാണ്, പെട്ടെന്ന് ചെയ്തെടുക്കുകയും ചെയ്യാം. നല്ല ടേസ്റ്റ് ആയിട്ട് എല്ലാവർക്കും കഴിക്കുകയും ചെയ്യാം. നമുക്ക് നമ്മുടെ എഗ് ബുർജി ഇവിടെ റെഡിയായി വന്നിട്ടുണ്ട്. നിങ്ങളിങ്ങനെ ഒന്ന് ചെയ്ത് നോക്കുക. നിങ്ങൾക്കിത് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. വീഡിയോ സ്കിപ്പ് ചെയ്യാതെ കാണാൻ ശ്രമിക്കുക. സബ്സ്ക്രൈബ് ചെയ്യാത്തവർ ദയവായി സബ്സ്ക്രൈബ് ചെയ്തതിന് സപ്പോർട്ട് ചെയ്യുക. മറ്റൊരു വീഡിയോയുമായിട്ട് വീണ്ടും വരാം.